ഹലോ സ്റ്റുഡൻസ്, ടോപ്പ് ട്യൂഷൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2023 ഫിസിക്സിൻ്റെ ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2024 ആനുവൽ എക്സാം ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കൂടി എല്ലാവരും കാണുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ഈ വാല്യൂസിൻ്റെ റിലേഷൻ വെച്ചിട്ട് ഈ ഡാഷ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കറൻറ്റ് ആംപിയർ, കറൻറ്റിൻ്റെ യൂണിറ്റാണ് ആംപിയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ചാർജ് അതിൻ്റെ യൂണിറ്റ് എന്താണ്? കുളുംബ്. സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഇലക്ട്രിക് മോട്ടറിൽ ലേബൽ ചെയ്തിരിക്കുന്നുണ്ട് 1 HP എന്ന്. ആ 1 HP എന്നുള്ളത് എത്ര വാട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 HP = 746 വാട്ട്. കൺവേർഷൻ ടൈമിലൊക്കെ HP എന്നുള്ളത് വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 746 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 HP = 746 വാട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 കിലോഗ്രാം മാസ് ഉള്ള ഒരു ബോഡി, അതിൻ്റെ വെലോസിറ്റി 4 m/s². അതിൻ്റെ മൂമെൻറ്റം എത്രയാണ്? മൂമെൻറ്റം ഇക്വേഷൻ നമുക്കറിയാം. മൂമെൻറ്റം P = മാസിൻ്റെ വെലോസിറ്റി. അപ്പോൾ മാസും തന്നിട്ടുണ്ട്, വെലോസിറ്റിയും തന്നിട്ടുണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 kg/s. ഇനി ഇതിൽ ഏതാണ് റിയോസ്റ്റാറ്റിൻ്റെ സിമ്പിൾ? ഇത് വേരിയബിൾ റെസിസ്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിക്വിഡ് എത്തനോളിൻ്റെ ഡെൻസിറ്റി 789 kg/m³ തന്നിട്ടുണ്ട്. അതിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഹിൻ്റായിട്ട് ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 kg/m³ എന്ന് തന്നിട്ടുണ്ട്. റിലേറ്റീവ് ഡെൻസിറ്റി എന്നാൽ ഡെൻസിറ്റി ഓഫ് ദ തന്നിരിക്കുന്ന ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ലിക്വിഡ് എത്തനോളിൻ്റെ ഡെൻസിറ്റി 789 ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 ഡിവൈഡ് ചെയ്യുമ്പോൾ 0.789. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ല. ബിക്കോസ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ രണ്ടിൻ്റെയും ഡെൻസിറ്റി ഓഫ് ലിക്വിഡിൻ്റെയും ഡെൻസിറ്റി ഓഫ് വാട്ടറിൻ്റെ യൂണിറ്റ് ഒന്ന് തന്നെയാണല്ലോ. ഫ്രാക്ഷനായി വരുമ്പോൾ രണ്ടും കട്ട് ചെയ്ത് പോകും. അപ്പോൾ ഈ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ അതിന് യൂണിറ്റ് ഇല്ല. അപ്പോൾ ഇവിടെ യൂണിറ്റ് ഒന്നും എഴുതാൻ പാടില്ല. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വർക്ക് ഡൺ ഈ രണ്ട് സിനാരിയോ തന്നിട്ടുണ്ട്. ഈ ഓരോ സിനാരിയോയിലും എത്ര വർക്ക് ഡൺ ചെയ്തു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സിനാരിയോ, ഒരു കുട്ടി 10 കിലോഗ്രാം മാസുമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ഡൺ എത്രയായിരിക്കും? 0. കാരണം നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് അഗെയിൻസ്റ്റ്, കുട്ടി ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ആ വെയിറ്റിന് താങ്ങി നിർത്തിയിട്ടുള്ള ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് മൂവ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ വർക്ക് ഡൺ 0 ആയിരിക്കും. സെക്കൻഡ് കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി 2 മീറ്റർ ഹൊറിസോണ്ടൽ ലെവലിൽ കൂടെ നടന്നു ഈ 10 കിലോഗ്രാം മാസുമായിട്ട്. ആ കേസിലുള്ള വർക്ക് ഡൺ എന്തായിരിക്കും? ആ കേസിലും വർക്ക് ഡൺ 0 ആയിരിക്കും. കാരണം ഗ്രാവിറ്റി താഴേക്ക് ഫോഴ്സ് ഉണ്ട്. ആ ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ആ കുട്ടി ബലം കൊടുത്തിട്ട് മാസ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഗ്രാവിറ്റിക്ക് ആ കുട്ടി കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ അല്ല ആ മാസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നിരിക്കുന്നത്. കുട്ടി കൊടുക്കുന്ന ഫോഴ്സ് ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും അപ്വേർഡിലായിരിക്കും കുട്ടിയുടെ ഫോഴ്സ് കൊടുക്കുന്നത്. പക്ഷേ ബോഡിക്ക് മൂവ്മെൻറ്റ് നടക്കുന്നത് ഹൊറിസോണ്ടൽ ലെവലിൽ കൂടെ ആണെന്ന് പറഞ്ഞ കാരണം 90 ഡിഗ്രിയിൽ ആ ഹൊറിസോണ്ടൽ ലെവലിൽ കൂടെയാണ് ആ ബോഡിയുടെ മൂവ്മെൻറ്റ് നടക്കുന്നത്. ബോഡിക്ക് കൊടുക്കുന്ന ഫോഴ്സിൻ്റെ സെയിം ഡയറക്ഷനിൽ ബോഡി മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് വർക്ക് ഡൺ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ കേസിലും വർക്ക് ഡൺ 0 ആണ്. അതിൻ്റെ രണ്ടിൻ്റെ ജസ്റ്റിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ടോപ്പ് ട്യൂഷൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഒരു ബാറ്ററി എന്ന് പറഞ്ഞാൽ സെൽസ് കൂട്ടി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ബാറ്ററി. ആ ബാറ്ററിയിൽ സെൽസ് എത്ര വിധത്തിൽ അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബാറ്ററിയിലെ സെല്ലുകൾ 2 രീതിയിൽ അറേഞ്ച് ചെയ്യാം, സീരീസ് ആയിട്ടും പാരലലായിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ കയ്യിൽ 6 സെല്ലുണ്ട്, ഓരോന്നിൻ്റെയും EMF 1.5 വോൾട്ടാണ്. നമുക്ക് വേണ്ടത് ഈ സെൽസ് അറേഞ്ച് ചെയ്ത് നമുക്കൊരു 9 വോൾട്ട് ബാറ്ററി ഉണ്ടാക്കണം. അതിൻ്റെ എങ്ങനെയാണ് കണക്ഷൻ വേണ്ടതെന്നുള്ളത് ഒരു സർക്യൂട്ട് ഡയഗ്രം വരച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്പർ ഓഫ് സെൽസ് നമ്മുടെ കയ്യിലുള്ളത് 6 ആണ്. എത്ര EMF ആണ് ഓരോന്നിനും? 1.5. അപ്പം നമുക്ക് ആകെ നമ്മൾ പ്രതീക്ഷിക്കുന്ന EMF 9 വോൾട്ട് വേണം എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, ഇതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ എങ്ങനെയാവും?
6 × 1.5 9 വോൾട്ട്, അതാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 6 സെൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 9 വോൾട്ടിലെ ബാറ്ററി ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഡയഗ്രാം ഇതാണ്. ഇങ്ങനെയാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ നെഗറ്റീവ് ഇതിൻ്റെ പോസിറ്റീവൊക്കെ അടുത്തേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തു വന്ന് ഇതിന് ഈ എഗെയിൻസ്റ്റ് ആയിട്ട് ഇത്ര ഉള്ളത് 9 വോൾട്ട് ആയിട്ടായിരിക്കും ഇതിൻ്റെ ബാറ്ററി. ഇതാണ് സർക്യൂട്ട്, ഇതിൻ്റെ ഡയഗ്രാം. ക്വസ്റ്റ്യൻ: ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ ഏതാണ് ഓംസ് ലോനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? നമുക്കറിയാം ഓംസ് ലോ പറഞ്ഞാൽ കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് കറണ്ട് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടണം. അപ്പോൾ ഏത് ഗ്രാഫിലാണ് അത് കറക്റ്റായി വരുന്നത്? കറണ്ട് എക്സ് ആക്സിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് വൈ ആക്സിസിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ സെക്കൻഡ് ഗ്രാഫാണ് കറണ്ട് കൂടുമ്പോൾ തോറും പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടി വന്നിരിക്കുന്നത്. ബാക്കി എല്ലാ കേസിലും കറണ്ട് കൂടുമ്പോൾ ഒന്നുമില്ലെങ്കിൽ കുറഞ്ഞു വന്നിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇവിടെ കറണ്ട് കൂടുന്തോറും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയി നിൽക്കുന്നു. ഇവിടെ കറണ്ട് കൂടുന്നില്ല, കറണ്ട് കോൺസ്റ്റൻ്റ് ആയി നിന്നിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാത്രം കൂടുന്നു. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് ഈ ഗ്രാഫാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കറണ്ട് 0.2 ആംപിയർ, റെസിസ്റ്റൻസ് 100 ഓം. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓംസ് ലോ പ്രകാരം V = IR. നമുക്ക് I തന്നിട്ടുണ്ട്, ആറും തന്നിട്ടുണ്ട്, VIR. അപ്പോൾ ഐയും ആറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0.2 × 100 20 വോൾട്ട്. 20 വോൾട്ടാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ക്വസ്റ്റ്യൻ: ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ മാസ് 40 കിലോഗ്രാം വെയിറ്റ് ആണ് എർത്തിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൂണിലുള്ള വെയിറ്റ് എത്രയാണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മൂണിലുള്ള G തന്നിട്ടുണ്ട് 1.62 m/s². ആദ്യം നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം എടുത്തെഴുതി. വെയിറ്റ് ഓൺ എർത്ത് ബൈ വെയിറ്റ് ഓൺ മൂൺ. വെയിറ്റ് എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു ഗ്രാവിറ്റിയാണ്. അപ്പോൾ മാസ് ഇൻറ്റു ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് സ്ഥലത്തും മാസ് ഒന്ന് തന്നെയാണല്ലോ. മൂണിൽ നിന്ന് എർത്തിലേക്ക് മാറുന്നത് കൊണ്ടിട്ടോ മാസിന് വ്യത്യാസം വരുന്നില്ല. അപ്പോൾ mg എന്നുള്ളത് 2m ക്യാൻസൽ ചെയ്ത് പോയുമ്പോൾ ഈ വെയിറ്റ് ഓൺ എർത്ത് ബൈ വെയിറ്റ് ഓൺ മൂൺ = G ഓൺ എർത്ത് ബൈ G ഓൺ മൂൺ. ഇനി നമുക്ക് ആകെ കാണേണ്ടത് വെയിറ്റ് ഓൺ മൂൺ ആണ്. വെയിറ്റ് ഓൺ മൂൺ, ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് അറിയാം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. വെയിറ്റ് ഓൺ മൂൺ = വെയിറ്റ് ഓൺ എർത്ത് × G ഓൺ മൂൺ ബൈ G ഓൺ എർത്ത്. അപ്പോൾ 40 × 1.62 ഡിവൈഡഡ് ബൈ 9.8, ദാറ്റ് ഇസ് G ഓൺ എർത്ത്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6.61 കിലോഗ്രാം വെയിറ്റ്. ഇതാണ് മൂണിലുള്ള ആ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഈ രണ്ട് സിറ്റുവേഷനിലും എന്താണ് എനർജി ചേഞ്ച് സംഭവിക്കുന്നതെന്ന്? ഇലക്ട്രിക് ഫാനിൽ എന്ത് എനർജി ചേഞ്ചാണ് സംഭവിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. നെക്സ്റ്റ്, ബാറ്ററി, ഒരു മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയിൽ ചാർജ് ചെയ്യുന്ന സമയത്തിലുള്ള ആ എനർജി ചേഞ്ച് എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജി ആയിട്ട് നമ്മുടെ മൊബൈലിലെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഒരു മനുഷ്യൻ ഒരു എക്കോ കിട്ടുന്നത് 4 സെക്കൻഡിൽ ഒരു എക്കോ കിട്ടി. അതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ മനുഷ്യനും ആ എക്കോ റിഫ്ലക്റ്റ് ചെയ്ത ആ സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഹിൻഡ് തന്നിരിക്കുന്നുണ്ട്. സ്പീഡ് ഓഫ് സൗണ്ട്, എയറിലുള്ള സ്പീഡ് സൗണ്ടിൻ്റെത് 340 m/s ആണ്. നമ്മൾ ആദ്യം ഗിവൺ ഇൻഫർമേഷനൊക്കെ എടുത്തെഴുതി. ടൈം 4 സെക്കൻഡ് ആണ്. വെലോസിറ്റി 340 m/s. എക്കോ കേൾക്കാൻ കിട്ടിയ സമയമാണ് 4 സെക്കൻഡ്. അതായത് നമ്മൾ സൗണ്ട് പുറപ്പെടുവിച്ച് എക്കോ ജനറേറ്റ് ചെയ്യാൻ ആ സർഫസിൽ പോയി ഹിറ്റ് ചെയ്ത് തിരിച്ച് നമ്മളുടെ അടുത്ത് എത്താനുള്ള സമയമാണ് 4 സെക്കൻഡ്. അപ്പോൾ സൗണ്ട് പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് റിഫ്ലക്റ്റിംഗ് സർഫസിലേക്കുള്ളത് ഇതിൻ്റെ പകുതി ദൂരമാണ്, പകുതി സമയമാണ്. അതായത് 4/2, അതായത് 2 സെക്കൻഡ്. അപ്പോൾ 2 സെക്കൻഡിലാണ് ആ മനുഷ്യനും എക്കോ പുറപ്പെടുവിച്ച ആ സർഫസും തമ്മിലുള്ള ആ ടൈം ഡിഫറൻസ് വരുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി നമുക്കിവിടെ തന്നിട്ടുണ്ട് 340. വെലോസിറ്റി ഇൻറ്റു ആ മനുഷ്യൻ്റെ അടുത്ത് നിന്ന് സർഫസിലേക്ക് എത്താൻ എടുത്ത സമയം 2 സെക്കൻഡ് ആണ്. അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം 340 × 2 680 മീറ്റർ. ആ മനുഷ്യനും സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ് 680 മീറ്റർ ആണ്. ഈ സിമിലർ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ 2024 ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. അന്നേരം ഒരു ഷിപ്പിൽ നിന്ന് അൾട്രാസോണിക് സൗണ്ട് പോയിട്ട് ഒരു റോക്കിൽ തട്ടി തിരിച്ച് വരുന്ന സമയം തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഷിപ്പും
ആ റോക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൗണ്ടിൻ്റെ വെള്ളത്തിലുള്ള വെലോസിറ്റിയും തന്നിട്ടുണ്ടായിരുന്നു. ഈ സിമിലർ ക്വസ്റ്റ്യൻ വാല്യൂസ് മാത്രം ചേഞ്ച് ചെയ്തിട്ട് ആണ് ഈ 2023 വന്നിരിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്മൾക്ക് അമീറ്റർ, വോൾട്ട് മീറ്റർ, സ്വിച്ച്, 12 വോൾട്ട് ബാറ്ററി, ബൾബ് ആൻഡ് കണക്റ്റിംഗ് വയർ, ഇത്രയും ഡിവൈസസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് ഒരു ബൾബ് കത്തിക്കുന്ന ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതാണ് എൻ്റെ ആൻസർ. 12 വോൾട്ട് ബാറ്ററി, അത് ലാമ്പുമായിട്ട് കണക്ട് ചെയ്തു. ഈ അമീറ്റർ സീരീസ് ആയിട്ട് വേണം, ഇതിന് പാരലായിട്ട് വോൾട്ട് മീറ്റർ വേണം. ഇനി പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെയായിരിക്കണം? സെല്ലിൻ്റെ പോസിറ്റീവ് ആയിരിക്കണം, വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ്. അപ്പോൾ ഇവിടെ പ്ലസും മൈനസും കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. സെല്ലിൻ്റെ പോസിറ്റീവ്, വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ്. സെല്ലിൻ്റെ പോസിറ്റീവ് തന്നെയാണ് അമീറ്ററിൻ്റെ പോസിറ്റീവ്. അപ്പോൾ അമീറ്ററിൻ്റെ ഇവിടെ ആയിരിക്കും പ്ലസ് വരുന്നത്, ഇത് നെഗറ്റീവ്. അങ്ങനെ പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അമീറ്റർ ഈ സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. വോൾട്ട് മീറ്റർ നമ്മൾ എന്താണ് ആ ഡിവൈസ് ഉപയോഗിക്കുന്നത്, ഈ എക്വിപ്മെൻറ്റിന് പാരലായിട്ട് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക. ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം. ബൾബ് കത്തിക്കാൻ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബൾബ് കത്തും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. കറണ്ട് 0.1 ആംപിയർ ആണ്. കറണ്ട് 0.1 ആംപിയർ, വോൾട്ടേജ് നമുക്ക് ഈ സർക്യൂട്ടിൽ അറിയാം 12 വോൾട്ട്. അതും ഇനി നമുക്ക് കണക്കാക്കേണ്ടത് റെസിസ്റ്റൻസ് ഓംസ് ലോ പ്രകാരം V = IR ആണ്. അപ്പോൾ R = V/I. 12/I 0.5 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 24 ഓം. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ക്വസ്റ്റ്യനിൽ ഒരു ഭയങ്കര കുറവും മാസുള്ള ഒരു ടോയ് കാറ് ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് ഈ എയിലും ബിയിലും ഓരോ പാൻ വെച്ചിട്ടുണ്ട്. ഒരു ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള ഒരു സർഫസിലൂടെ ഇതിങ്ങനെ കണക്ഷൻ വെച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റ് സിനാരിയോ പറഞ്ഞിരിക്കുന്നത് ഈ എയിലും ബിയിലും 100 ഗ്രാം വെയിറ്റ് വീതം ഈ രണ്ട് പാനിലും വെച്ചു. അന്നേരം നമ്മുടെ ഒബ്സർവേഷൻ എന്തായിരിക്കും എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ടോയ് കാറ് മൂവ് ഒന്നും ചെയ്യില്ല, സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട്, അതായത് സ്റ്റേഷനറി ആയിട്ട് തന്നെ നിൽക്കും. കാരണം ഈ എയിലും ബിയിലും നമ്മൾ വെച്ചിരിക്കുന്ന സെയിം വെയിറ്റ് ആണ് 100 ഗ്രാം. അപ്പോൾ ഈ ഭാഗത്തേക്കുള്ള ഫോഴ്സും ഈ സൈഡിലേക്ക് ബിയുടെ സൈഡിലേക്കുള്ള ഫോഴ്സും രണ്ടും ഈക്വൽ ആണ്, ഓപ്പോസിറ്റുമാണ്. അപ്പോൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഈ ടോയ് കാറിൽ ഉണ്ടാവില്ല, 0 ആയിരിക്കും. അപ്പോൾ ഇത് സ്റ്റേഷനറി ആയി നിൽക്കും. അതാണ് ഫസ്റ്റിൻ്റെ ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ 100 ഗ്രാം വെയിറ്റ് എയിലും 200 ഗ്രാം വെയിറ്റ് ബിയിലും വെച്ചിരിക്കുന്നു. ആ സിറ്റുവേഷനിൽ എന്തായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻ? ആ സിറ്റുവേഷനിൽ അതായത് കൂടുതൽ വെയിറ്റ് ബിയിലാണ്. അപ്പോൾ ഈ ടോയ് കാർ ബിയുടെ സൈഡിലേക്ക് മൂവ് ചെയ്യും. കാരണം കൂടുതൽ ഫോഴ്സ് ഈ ഡയറക്ഷനിൽ, ബിയുടെ ഡയറക്ഷനിലാണ് കൂടുതൽ ഫോഴ്സ് ഉള്ളത്. അപ്പോൾ 100 ഇങ്ങോട്ട് 200 ഇങ്ങോട്ട്. അപ്പോൾ 100 ന്യൂട്ടൺ കൂടുതലായിട്ട് വെയിറ്റ് ഈ ബിയുടെ സൈഡിലേക്കുള്ളതുകൊണ്ട് ഈ ടോയ് കാർ ബിയുടെ സൈഡിലേക്ക് മൂവ് ചെയ്യും. ക്വസ്റ്റ്യൻ: ടെമ്പറേച്ചർ ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ടെമ്പറേച്ചറിനെ കൂടാതെയുള്ള 3 അതർ ഫാക്ടേഴ്സ് കൂടി പറയാനാണ് പറഞ്ഞിരിക്കുന്നത് റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന. ആദ്യത്തേത് മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ. കണ്ടക്ടർ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് എന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് മാറും. ഫോർ എക്സാമ്പിൾ കോപ്പറിന് കൂടുതൽ ലോവർ റെസിസ്റ്റൻസ്, കുറച്ച് റെസിസ്റ്റൻസ് ആണ് അയണിനേക്കാളുള്ളത്. അയൺ ആണെങ്കിൽ കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ മെറ്റീരിയലിനനുസരിച്ചിട്ട് ഈ അതിൻ്റെ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് മാറും. ഇനി നെക്സ്റ്റ് ഫാക്ടറാണ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് അതിൻ്റെ റെസിസ്റ്റൻസും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ലെങ്ത് കൂടുമ്പോൾ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് കൂടും. തേർഡ് ഫാക്ടറാണ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ കണ്ടക്ടർ. ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ കണ്ടക്ടറും റെസിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ക്രോസ് സെക്ഷണൽ ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ 3 ഫാക്ടേഴ്സ് ആണ് മെറ്റീരിയൽ, ലെങ്ത്ത് ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ. ക്വസ്റ്റ്യൻ: ബിഗ് ഓഡിറ്റോറിയത്തിൻ്റെ എല്ലാം ഇൻസൈഡ് വാള് റഫാക്കി വെച്ചിട്ടുണ്ടാകും. അത് സൗണ്ട് റിഫ്ലക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സൗണ്ട് റിഫ്ലക്ഷൻ വെച്ചിട്ട് നമ്മൾ ഫേസ് ചെയ്ത പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സൗണ്ട് റിഫ്ലക്ഷൻ വെച്ചിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന മേജർ പ്രോബ്ലംസ്, ഫസ്റ്റായിട്ട് അത് സ്പീച്ചൊക്കെ നമുക്ക് ക്ലിയർ ആയിരിക്കില്ല. പിന്നെ എന്ത് പെർട്ടിക്കുലർ വേർഡ് നമുക്ക് ഓരോന്നും വേർതിരിച്ചെടുത്ത് മനസ്സിലാക്കാൻ പറ്റില്ല.
പിന്നെ ചെവിക്കും അത് പ്രശ്നമാകും, കൂടുതൽ സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ. ഇനി ഒരു മെത്തേഡ് നമ്മൾ ഇതിനെ കുറയ്ക്കാൻ വേണ്ടി, സൗണ്ട് റിഫ്ലക്ഷൻ്റെ പ്രോബ്ലം കുറയ്ക്കാൻ വേണ്ടി ഒന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, വാൾസൊക്കെ റഫാക്കി വെക്കാമെന്ന്, പരിപരുത്ത ചുവരുകൾ ആക്കാമെന്നുള്ളത്. ഇനി വേറെ 2 മെത്തേഡ് കൂടിയാണ് ഈ സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്. ഒരു മെത്തേഡിൽ നമുക്ക് സൗണ്ട് അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട്, അതായത് റിഫ്ലക്ഷൻ കുറയ്ക്കുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഇൻസൈഡിലുള്ള ഓഡിറ്റോറിയത്തിൻ്റെ ഇൻസൈഡിലെ കാർപ്പറ്റുകളും കർട്ടനുകളും അക്വസ്റ്റിക് പാനൽസും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് റിഫ്ലക്ഷൻ കുറയ്ക്കാൻ പറ്റും. പിന്നെ അടുത്തത് സ്പീക്കേഴ്സിൻ്റെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള പൊസിഷനിങ് വഴിയും നമുക്ക് സൗണ്ട് റിഫ്ലക്ഷൻ കുറച്ചിട്ട് കൂടുതൽ ഈവനായിട്ട് സൗണ്ട് ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ പറ്റും. ക്വസ്റ്റ്യൻ, പിക്ചറിൽ തന്നിരിക്കുന്ന ഡിവൈസസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഫസ്റ്റ് മൾട്ടിമീറ്റർ, രണ്ടാമത്തത് സോൾഡറിങ് അയൺ. ഇനി ഓരോന്നിൻ്റെ ഉപയോഗങ്ങൾ ഒന്ന് വീതം എഴുതാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. റെസിസ്റ്റൻസ്, വോൾട്ടേജ്, കറൻറ്റ്, ഇതെല്ലാം ഈ സെയിം മൾട്ടിമീറ്റർ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇനി സോൾഡറിങ് അയൺ പറയുന്നത്, അത് ഈ സോൾഡർ മെൽറ്റ് ചെയ്തിട്ട് ഇലക്ട്രോണിക് കോമ്പണൻസ് ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഡിവൈസാണ്. അത് ഡയറക്റ്റായിട്ട് നമ്മുടെ ബുക്കിൽ ഇല്ല, ഈ പ്രാവശ്യത്തെ ബുക്കിൽ ഇല്ല, എന്നാലും ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക, ഇത് സോൾഡറിങ് അയൺ. ക്വസ്റ്റ്യൻ, ഒരു ഫ്രീ ഫോളിംഗ് ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് 0 ആണ്. അതെന്താണ് കാരണം? ഫ്രീ ഫോളിംഗ് ഒബ്ജക്റ്റ് എർത്തിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വെച്ചിട്ടാണ് അത് വീഴുന്നത്. ആ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അത് ഫുള്ള് ആ ഒബ്ജക്റ്റിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ ഒബ്ജക്റ്റിന്മേൽ വെയിറ്റ് അനുഭവപ്പെടുന്നില്ല. ഈ ഫ്രീ ഫോൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നാണ് സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത്. ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് എർത്തിൻ്റെ ഗ്രാവിറ്റി വെച്ചിട്ട് മാത്രം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേറെ ഒരു ഫോഴ്സും ആ ഒരു ഒബ്ജക്റ്റിൽ അന്നേരം അനുഭവപ്പെടുന്നില്ല. അത്തരം ഉള്ള ഫോളിങ്ങിനെയാണ് ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കോക്കനട്ട് 1 സെക്കൻഡ് ടൈമിൽ താഴെ വീണു. വെലോസിറ്റി, അത് ഫൈനൽ വെലോസിറ്റി, ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഫൈനൽ വെലോസിറ്റി എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇനിഷ്യൽ വെലോസിറ്റി, കോക്കനട്ട് മരത്തിലിരിക്കുന്ന സമയത്ത് വെലോസിറ്റി ഇല്ല, ഇനിഷ്യൽ വെലോസിറ്റി 0, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് 9.8 m/s², സമയം തന്നിട്ടുണ്ട് 1 സെക്കൻഡ്. നമുക്ക് കാണേണ്ടത് ഫൈനൽ വെലോസിറ്റി v = u+at. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. u0 9.8 × 1 ആണ് സെക്കൻഡ്, അപ്പോൾ 9.8 m/s ആണ് ഫൈനൽ വെലോസിറ്റി. ഈ ക്വസ്റ്റ്യൻ വെലോസിറ്റിയും ടൈമും തന്നിട്ടുണ്ട്. ഒരു ടാബുലർ ഫോമിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. വരയ്ക്കാം. എക്സ് ആക്സിസിൽ ടൈം ഇൻ സെക്കൻഡ്, വെലോസിറ്റി m/s, വൈ ആക്സിസിൽ സ്കെയിൽ എടുത്തിരിക്കുന്ന 0 to 4, എക്സ് ആക്സിസിൽ 5, 10 വെച്ചിട്ട് വൈ ആക്സിസിൽ. ഇനി ഈ വാല്യൂസ് മാർക്ക് ചെയ്തു. ഈ ഗ്രാഫാണ് നമുക്ക് കിട്ടുക. വെലോസിറ്റി എപ്പോഴും സെക്കൻഡിലും 4th, 6th എല്ലാ സെക്കൻഡിലും 10 തന്നെയാണ്. ഒരു ഹൊറിസോണ്ടൽ ലൈനായിട്ടാണ്. ഇതാണ് ഈ തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ ഗ്രാഫ്. ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് 0 മുതൽ 10 വരെ കോൺസ്റ്റൻ്റ് വെലോസിറ്റിയിലുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 3rd സെക്കൻഡ് മുതൽ 10th സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ 3rd മുതൽ 10th വരെ ആകുമ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയാണ് 3rd മുതൽ 10th വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ 3 മുതൽ 10 വരെ, അപ്പോൾ എത്ര സെക്കൻഡാണ്? 7 സെക്കൻഡ്. 7 ഇൻറ്റു വൈ ആക്സിസിലേത് 10, അപ്പോൾ 7 × 10 70 മീറ്ററാണ് ഈ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 3rd സെക്കൻഡ് മുതൽ 10th സെക്കൻഡ് വരെ വരുന്നത്. സൂപ്പറായി എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, റിലാക്സ് ചെയ്ത് കൂളായിട്ട് എക്സാം ഫേസ് ചെയ്യുക. ഗുഡ് ലക്ക്. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് റൂം ട്യൂഷനിലേക്കും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.